നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും നിർണായകമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട് ഈ ആദ്യ പരാതിക്കാരിക്കെതിരെ ഹൈക്കോടതി ഉത്തരവിലെ ചില പരാമർശങ്ങൾ അത് ഈ കേസിന്റെ വിചാരണയെ ബാധിക്കും എന്ന കണ്ടെത്തലിൽ ആ ഒരു മോശം പരാമർശങ്ങൾ നീക്കം ചെയ്തിരിക്കുകയാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തിരിച്ചടിയാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചതുപോലെ രാഹുലിന് തിരിച്ചടി എന്ന് വിശേഷിപ്പിച്ചതുപോലെ ഇതൊരു തിരിച്ചടിയാണോ? എന്താണ് രാജേന്ദ്രൻ പന്തല സാർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഒരു തിരിച്ചടിയുമില്ല. ആ കേസ് എന്തിനാ സമർപ്പിച്ചത്? ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം റദ്ദാക്കണം എന്നുള്ളതല്ലേ പറഞ്ഞത്. അത് നടന്നോ? ഇല്ലല്ലോ. ജാമ്യം അതേപടി നിലനിൽക്കുകയാണ്. കോടതി ഇടപെട്ടിട്ടേ ഇല്ല. പരാതിക്കാരി ആവശ്യപ്പെട്ടത് തനിക്കെതിരെ ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കും, അപ്പൊ അത് നീക്കണം, ഇതായിരുന്നു ആവശ്യം. അപ്പൊ ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പരാതിക്കാരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇല്ല, അത് മറ്റൊന്നുകൂടി ആവശ്യപ്പെട്ടിരുന്നു പരാതിക്കാരി. അതായത് ജാമ്യം റദ്ദാക്കണം, അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കണം. കോടതിയുടെ പരാമർശങ്ങൾ തന്റെ കേസിന്റെ നടപടികളെ ബാധിക്കും എന്നതിനാൽ അത് ഒഴിവാക്കണം. ഇത് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് രണ്ടിൽ ഒരെണ്ണമാണ് അനുവദിച്ചത്. കാരണം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ, കോടതി അങ്ങനെ പരാമർശം നടത്തേണ്ടതില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് സുപ്രീം കോടതി എത്തിയത്. കാരണം ഒരാളിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ്. ആ കാര്യങ്ങളിൽ കോടതിയുടെ പരാമർശങ്ങൾ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ തെറ്റുകാരായിരുന്നു എന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ ഈ കേസിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പിന് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രിജുഡിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ പ്രിജുഡിസ് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ആ മുൻവിധി ഒഴിവാക്കാൻ വേണ്ടി നടപടിക്രമങ്ങളിൽ നിന്നും ആ പരാമർശം ഒഴിവാക്കുന്നത് പ്രതിഭാഗം വക്കീലിനെയും അതുപോലെ തന്നെ വാദിഭാഗം വക്കീലിനെയും കൂടുതൽ വസ്തുനിഷ്ഠമായിട്ട്, ഒബ്ജക്റ്റീവായിട്ട് ഈ കേസിനെ സമീപിക്കുന്നതിന്, അതുപോലെ തന്നെ അവരുടെ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു മുൻവിധിയുമില്ലാത്ത ഒരു വിധിയിലേക്ക് കോടതിയെ നയിക്കുകയും ചെയ്യും എന്നുള്ള വളരെ ജൂറിസ്പ്രൂഡൻസോട് കൂടിയാണ്, അതായത് ഈ ജുഡീഷ്യറിയുടെ ബുദ്ധി കൊണ്ടാണ് അവരത് വിധിച്ചത്. അതിനകത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടോ ആ പെൺകുട്ടിയോടോ യാതൊരു വിധമായിട്ടുള്ള പക്ഷമോ പരാമർശങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി എന്ന് പറയുന്നത്? കോടതിയുടെ പരാമർശങ്ങൾ മാത്രം അത്രയേ ഉള്ളൂ. അപ്പോഴും അത് അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഒരു കൂട്ടം അടിമ മാധ്യമ പ്രവർത്തകരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോയി കൊന്നതും നീയെ ചാപ്പ എന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നതും ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നതും ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. കാര്യങ്ങൾ ശരിയായിട്ട് പഠിക്കാതെയും മനസ്സിലാക്കാതെയും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി. എന്താണ് ഈ തിരിച്ചടി എന്നുള്ളത് പറയുന്നത്? വൃത്തികെട്ട ഒരു ക്ലീശയായിട്ട് മാറിയിട്ടുണ്ട് മാധ്യമപ്രവർത്തനം. തിരിച്ചടി, എന്തെങ്കിലും ഒരാൾ ഒരു മറുപടി പറഞ്ഞാൽ ഉടനെ തിരിച്ചടി. അത് തിരിച്ചടിയല്ല, ഒരു കാര്യം പറഞ്ഞതിന്റെ മറുപടിയാണ്. കോടതി ഇവിടെ ഒരു മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടി വാദിച്ചതിന്റെ നിങ്ങളെക്കുറിച്ചുള്ള പരാമർശം. ഇപ്പോൾ കോടതികൾ പൊതുവെ ഒരു സ്ത്രീപക്ഷമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഏത് കോടതി അങ്ങനെയാണ്? ഇപ്പോൾ അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളത്. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് കുറെ വിധികൾ വരുന്നത്. അവിടെ തീരെ നിവൃത്തിയില്ലാതെ വന്ന് അവർ കബളിപ്പിക്കാനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ മാത്രമാണ് കോടതികൾ മറിച്ചുള്ള വിധികളിലേക്ക് പോകാറുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് അനുഭവബോധ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, കോടതി ആ പരാമർശങ്ങൾ നീക്കം ചെയ്തു. അത് വളരെ സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു വിധി തന്നെയാണ്. പക്ഷെ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ജാമ്യം റദ്ദാക്കേണ്ട ഒരാവശ്യമില്ലെന്ന് കോടതി. ഇവിടെ എന്തൊക്കെയായിരുന്നു കഥകൾ പ്രചരിച്ചിരുന്നത്? അദ്ദേഹം ഫോണിൽ മെസ്സേജ് അയച്ചു, അതുകൊണ്ട് ഇപ്പൊ ജാമ്യം റദ്ദാവും. രണ്ടാമത്തെ കേസിലാണ് രണ്ടാമത്തെ കേസില് എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചിരുന്നത്? അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണം. ആ കേസ് ഇപ്പോഴും ഇനി വരാൻ പോകുന്നതാണ്. അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു വിനോദമാക്കി നമ്മുടെ മാധ്യമങ്ങളും ചില സ്ത്രീകളും മാറ്റിയിട്ടുണ്ട്. ചില സ്ത്രീകൾ, ഭൂരിപക്ഷം സ്ത്രീകളും ഇദ്ദേഹത്തിന് അനുകൂല, വീട്ടമ്മമാരും എല്ലാം തന്നെ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വെറുതെ വേട്ടയാടുന്നു. കാരണം ഇതിനേക്കാൾ നരാധമന്മാരായിട്ടുള്ള ആൾക്കാര് ഉന്നത പദവികളിൽ യാതൊരു പോറലുമേൽക്കാതെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ മാത്രം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പരക്കെ പരാമർശമുണ്ട്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ വളരെ പക്ഷപാതരഹിതമായി പറയുന്നത്. ഒരാളെ മാത്രം ഇങ്ങനെ വേട്ടയാടിയോ മതിയോ? പുരുഷവർഗത്തിലെ പലരും ഇങ്ങനെ ഇവിടെ
വലിയ വിജയികളായിട്ട് എല്ലാ പീഡനങ്ങളും സ്ത്രീകൾക്ക് കൊടുത്തിട്ട് നടക്കുന്നുണ്ടല്ലോ, അവരൊന്നും ഇതിൽ അവരുടെ കാര്യത്തിലൊന്നും ഇതുപോലുള്ള ഒരു ബദ്ധ ശ്രദ്ധ പത്രങ്ങൾ കാണിക്കാത്തത് എന്താണ്, മാധ്യമങ്ങൾ കാണിക്കാതെ എന്താണ്? അപ്പൊ അതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു എന്തോ തരത്തിലുള്ള ഡീൽ ഉണ്ടെന്നാണ്. ഇപ്പൊ ഡീലാണല്ലോ രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം. അപ്പൊ ഒരാളെ ഇങ്ങനെ കഠിനമായി വേട്ടയാടുകയും അതിനേക്കാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള മന്ത്രി പുങ്കുവന്മാരെ വരെ വെറുതെ വിടുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് വലിയ ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അത് വളരെയധികം അവിശ്വാസ്യത ജനിപ്പിക്കുന്നതുമാണ്. അത് വിശ്വസ്തമല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് മംഗളം എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ആ തകർച്ചയ്ക്ക് തന്നെ ഇടയാക്കിയ ഒരു കേസാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വനം മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രന്റെ പേരിലുള്ള കേസ്. ആ കേസിൽ എന്ത് നിലപാടാണ് മാധ്യമങ്ങളും അവിടുത്തെ സ്ത്രീ കൂട്ടായ്മകളും ഒക്കെ എടുത്തത്? ആ സത്യം പുറത്തു കൊണ്ടുവന്ന ആ പത്രത്തിന് നേരെ പ്രകടനം ആയിരുന്നില്ലേ? മാധ്യമത്തിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റല്ലേ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? മാതൃകാപരമായിട്ട് ജീവിതം നയിക്കേണ്ട പൊതുപ്രവർത്തകൻ ഇങ്ങനെയുള്ള രീതിയിൽ ഒക്കെ പെരുമാറിയിട്ട് വീണ്ടും മന്ത്രിസഭയിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു അധാർമികതയില്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അത് ചർച്ചയാവുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ, അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ തീർപ്പാക്കിയെങ്കിലും അതിനു മുമ്പായിട്ട് ഉണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ ഒന്നും തന്നെ ഭാര്യ നിഷേധിച്ചിട്ടില്ല, അദ്ദേഹവും നിഷേധിച്ചിട്ടില്ല. അതിന്റെ പിന്നിൽ ഡീലുകളില്ലേ? ഇതെന്തേ മാധ്യമങ്ങളുടെ ശ്രദ്ധയ്ക്ക് വിധേയമാകാത്തത്? പഴയത് തന്നെ എടുത്തിട്ട് ചത്ത കുതിരയെ തന്നെ പിന്നെ അടിക്കുന്നത്, ചത്ത പാമ്പിനെ പിന്നെ പിന്നെയും ചവിട്ടുന്നത്, അതൊരുമാതിരി വൃത്തികെട്ട പത്രപ്രവർത്തനം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം പിടിച്ചു പറയുകയല്ല, അദ്ദേഹത്തിന്റെ ആരാധിതനോ സ്നേഹിതനോ പാർട്ടിക്കാരനോ പോലുമല്ല. അതുകൊണ്ടല്ല പറയുന്നത്. ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ട് ആക്രമിക്കുന്നത് അതും ഒരു പീഡനം തന്നെയാണ്. അത് സ്ത്രീകളായാലും മാധ്യമപ്രവർത്തകരായാലും പീഡനം തന്നെയാണ്. ഇതിനകത്ത് കോടതി പറഞ്ഞതാണ് ജാമ്യം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ജാമ്യം അർഹിക്കാത്ത കുറ്റങ്ങളൊന്നും അല്ല നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടും പിന്നെയും പിന്നെ ഇത് തിരിച്ചടി എന്ന് വെച്ചടി പറയേണ്ട കാര്യം എന്താണ്? ബുദ്ധിമുട്ടിയാവുന്നില്ല. അതൊരു സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമല്ല. അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരും എവിടെ നിന്നെങ്കിലും പണം വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ജോർജ് സൊറോസിന്റെ പണം വാങ്ങിച്ച് പത്രപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുണ്ട് ഇന്ത്യ രാജ്യത്ത്. മോദിക്കെതിരെ നെടുനടുക്കാൻ വാർത്തകൾ കൊടുത്തു. അതൊരു സത്യമാണ്, നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, വലിയൊരു സത്യമാണ്. അതുപോലെ തന്നെയാണ് സയോണിസ്റ്റ് ലോബിയുടെ ശക്തി. അതുപോലെ തന്നെ ഉണ്ട് അവിടുത്തെ എവാഞ്ചലിക്കൽ ഗ്രൂപ്പിന്റെ ശക്തി. ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ നമ്മളത് അറിയുന്നില്ല. വമ്പിച്ച ഡീൽ അവർ തമ്മിലുണ്ട്, വമ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ ഡീൽ. അവിടുത്തെ ആ മിലിറ്ററി, അതുപോലെ തന്നെ മിലിറ്ററി പൊളിറ്റിക്കൽ നെക്സസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് യുദ്ധങ്ങൾക്ക് പിന്നിൽ അതൊക്കെ ഉണ്ട്. നമ്മളത് കാണുന്നില്ല, യുദ്ധങ്ങളിലെ മിസൈലുകൾ പോകുന്നതേ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ എന്തോ വമ്പിച്ച ഒരു ഡീലുണ്ട്. ഈ ഒരു യുവാവിനെ രാഷ്ട്രീയത്തിൽ നിന്ന് സന്യാസത്തിൽ, രാഷ്ട്രീയത്തിൽ നിന്ന് കാനനവാസത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ അജണ്ടയുണ്ടെന്നും ഡീലുണ്ടെന്നും തന്നെ സംശയിക്കേണ്ടതായിട്ട് വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം സ്ഥാനാർത്ഥി പോലുമല്ല. സ്ഥാനാർത്ഥിയായ പലരുടെയും ട്രാക്ക് റെക്കോർഡ് ഇതിലും മോശമാണ്. അവരുടെ ട്രജക്ടറി എന്ന് പറയുന്നത് ഇതിലും വളരെ എത്രയോ നീചവും മോശവും ഒരു പൊതുജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അവർ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന പലപ്പോഴും അവരിൽ പലരും ജയിച്ചു വരാറുമുണ്ട്, ഇനിയും ജയിക്കാം. ആ വിഷയങ്ങളിലേക്കല്ലേ മാധ്യമ പ്രവർത്തനങ്ങൾ വെളിച്ചം വീശേണ്ടത്. വെളിച്ചം വീശിയാലും അവർ രക്ഷപ്പെടും, അവർ അവിടെ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പിലൂടെ വരുമെന്ന് തോന്നുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തും. അദ്ദേഹം എന്താ ചാൾസ് ശോഭരാജാണ്, അങ്ങനെയുള്ള ആൾക്കാർ സ്ഥാനാർത്ഥികളായിട്ടുണ്ടല്ലോ. അവിടെ എവിടെയാണ് പിന്നെ ഈ കുഴപ്പം? അപ്പോൾ അതിലെന്തോ ഒരു ഡീൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ മാത്രം ഇങ്ങനെ കാണുന്നത് കൊണ്ട് അതിൽ ഒരു പക്ഷപാതം എങ്കിലും, കുറഞ്ഞപക്ഷം ഒരു പക്ഷപാതമെങ്കിലും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ ജാമ്യം അദ്ദേഹത്തിൻ്റെത് ജാമ്യം വേണ്ട, അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണ്ട, പിടിച്ച് ജയിലിലിട് എന്നൊരു വിധി വന്നിരുന്നെങ്കിൽ ഞാൻ ഈ പത്രക്കാരെ ഈ തിരിച്ചടി എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന് ചുമ്മാതിട്ട് അടിക്കുകയാണ്. എടുക്കാവുന്ന വടികളെല്ലാം എടുത്തിട്ട് അദ്ദേഹത്തെ അടിക്കുകയാണ്. ആ ഒരു പരിതോവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തോ സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹത്തിന് പറയാനൊരു ഫോറമില്ല,
അത് കോൺഗ്രസിന്റെ ഫോറം അദ്ദേഹത്തിന് കിട്ടുകയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിസ്സഹായാവസ്ഥയിലും അദ്ദേഹത്തെ വെറുതെ വിടുകയില്ലെന്ന് വെക്കുന്നു. അത്ര വലിയ തെറ്റൊന്നുമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരു ബലാത്സംഗമൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്, റേപ്പ് അല്ല ഉണ്ടായിട്ടുള്ളത്, പീഡനമല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന MJ അക്ബറിനെ പോലെ അദ്ദേഹം ഇപ്പോൾ തടവിൽ കിടക്കത്തില്ലേ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ജാമ്യമില്ലാത്ത കുറ്റത്തിന്. ഇവിടെ ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആൾക്കാർ പോലും ഇതിനേക്കാൾ മാന്യന്മാരായിട്ട് അവരെ പറ്റി ആരും ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പോൾ. ആ കള്ളന്മാരെ അതിനേക്കാൾ ഇപ്പോൾ നമ്മളത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഒരു സൗഹൃദത്തിന്റെ പേരിൽ നടന്ന സംഭവങ്ങളെയൊക്കെ, പരസ്പരമായിട്ടുള്ള ഒരു പരിചയത്തിന്റെ പേരിൽ നടന്ന സംഭവങ്ങളെയൊക്കെ, ഇതൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ കേരള സമൂഹത്തിൽ ജെൻ നെക്സ്റ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പരസ്യമായിട്ട് വഴികളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു മാറിയ സമൂഹത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്ത പത്രപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പരിണമിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു ചതിയിലൂടെ അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശം ഈ പ്രതിപക്ഷത്ത് ഉണ്ടാവും. വാദിയുടെ പക്ഷത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രതിയുടെ പക്ഷത്ത് ഈ കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞതല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം ശരിയായിട്ട് നടന്ന കാര്യങ്ങൾ പറയണം, പറ്റിയ തെറ്റുകൾക്ക് മാപ്പും പറയുക എന്നുള്ളൊരു മാന്യത കാണിക്കുക എന്നുള്ള സ്ത്രീ സമൂഹത്തോട് മൊത്തം മാന്യത കാണിക്കുക. അദ്ദേഹത്തിന്റെ ഈ സുഹൃത്തുക്കൾ ആ മാന്യത കാണിച്ചില്ലെങ്കിലും അത് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകന്റെ കർത്തവ്യം തന്നെയാണ്. ആ കർത്തവ്യം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയണം, അതിന്റെ സത്യം ബോധ്യപ്പെടുത്തണം. കോടതിയിൽ കേസിരിക്കുന്നതുകൊണ്ടാണത് പറയാത്തതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് എന്താ സംഭവിച്ചത്? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുള്ള ഗണേഷ് കുമാർ ഇതുപോലെ ആരോപണപ്പെടാൻ വിധേയമായപ്പോൾ പാർട്ടി ഒന്നടങ്കം അദ്ദേഹത്തെ ഒരു കുടുംബ പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഇതൊരു സ്വകാര്യ പ്രശ്നമല്ലേ ഇവർ തമ്മിൽ നടന്നിരിക്കുന്നത്? മനസ്സിലാവുന്നില്ലത്. അദ്ദേഹം ഇപ്പൊ വീണ്ടും സ്ഥാനാർത്ഥിയാണല്ലോ. എന്തേ കോഴികളെ കൊണ്ടുപോയി പ്രകടനം നടത്താത്തത് പത്തനാപുരത്തേക്ക് ഒരാളും? എവിടെ കോഴികളെ കൊണ്ടുള്ള പ്രവർത്തനം? അവിടെ അദ്ദേഹം NSSന്റെ ഒരു പത്മ കഫേ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പണം വെട്ടിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അത് നമ്മളാരും പറയുന്നതല്ല, NSS താലൂക്ക് യൂണിയൻ പറയുന്നു. എവിടെ അഴിമതി ആരോപണങ്ങളുടെ ശരവ്യൂഹം? ഒന്നുമില്ലല്ലോ. അദ്ദേഹം സുഖമായിട്ട് മത്സരിക്കുന്ന മണ്ഡലം പിടിച്ചടക്കുകയും ചെയ്യും, ജനപിന്തുണയുമുണ്ട്. അവിടെ പ്രകടനം കൊണ്ട് എന്നാൽ ചിലപ്പോൾ തല്ലുകൊള്ളും, അദ്ദേഹത്തിന്റെ തന്നെ അനുയായികളുടെ തല്ലുകൊള്ളേണ്ടി വരും. അപ്പൊ അവിടെ ഗണേശന്റെ കാര്യത്തിൽ ഒന്നും, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ രണ്ടും എന്ന് പറയുന്നത് ഭീരുത്വം, ഒരു കുറഞ്ഞ പക്ഷം ഭീരുത്വമെങ്കിലുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആവുമ്പോൾ പറ്റി ഒക്കുന്നിടത്ത് ഒപ്പിക്കുക, നനഞ്ഞ മണ്ണിൽ കുഴിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പത്രപ്രവർത്തനമാണെന്ന് അതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പല മന്ത്രിമാരും എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നുണ്ടല്ലോ, സ്വമേധയാ മത്സരിക്കുമെന്ന് പറഞ്ഞാണല്ലോ, പിൻവലിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. വിൻസെന്റ് ഉണ്ടല്ലോ മത്സര രംഗത്ത്. പരിശുദ്ധാത്മാക്കളാണോ ഇവരെല്ലാം? ആത്മപരിശോധന നടത്തട്ടവര് അല്ലല്ലോ. അപ്പൊ ഒരാളെ മാത്രം ഇങ്ങനെയിട്ട് വേട്ടയാടുക. ആ PK ശശിയെ ഷൊർണൂരിൽ UDF പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. എന്തേ മാധ്യമപ്രവർത്തകർക്ക് എന്താ മിണ്ടാട്ടമില്ലാത്തത്? ആണ് ചോദിക്കുന്നത്. നിങ്ങൾ എല്ലാ സ്ത്രീ പീഡകരെയും ഇങ്ങനെ അങ്ങ് സംഹരിക്കാനാണെങ്കിൽ നിങ്ങളുടെ തൂലിക അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്ക് ആ ദിശകളിലൊക്കെ പോകേണ്ടതല്ലേ? അത് പോകുന്നില്ലല്ലോ. ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ മാട്ടിത്രമിട്ട് വേട്ടയാടുന്നത് അതൊരു മാതിരി വൃത്തികെട്ട, ദിശ തെറ്റിയ, ലക്ഷ്യം തെറ്റിയ മാധ്യമ പ്രവർത്തനം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിന്റെ പിന്നിൽ ഡീലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, നിസ്സംശയം പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി സാർ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.